ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഞാനും അൽഫിയും കൂടിയാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അൽഫിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പുറകിലിരുന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ അൽഫി ഭയങ്കര വെയിൽ കാണും കേട്ടോ. വെയിൽ കാരണം അൽഫിയുടെ മുഖമെല്ലാം മൂടി കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശരീരമൊക്കെ പൊള്ളി പോകുന്ന തരത്തിലുള്ള വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് AC റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. AC റോഡെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലേ, ചുറ്റിനും അതായത് റോഡിൻ്റെ രണ്ട് വശങ്ങളിലും പാടങ്ങളും വെള്ളം കണ്ടമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ആകാശവും പാടവും ഒക്കെ കാണാൻ എന്താ രസം. അപ്പം ഞങ്ങളിതിലെ വഴിയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ, നല്ല രസമാണല്ലേ. നമ്മളിവിടെ എത്തുമ്പം ആരായാലും ഒന്ന് വീഡിയോ എടുത്ത് പോകും. മറുവശത്തായിട്ട് നമ്മുടെ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ വെയിലത്ത് നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജോലി എടുക്കുന്നവരുടെ കാര്യം പറയേ വേണ്ട, ഭയങ്കര അവസ്ഥയിലായിരിക്കും അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളീ പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ സംസാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം ഏതാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പാലത്തിലൂടെയൊക്കെ പോകുമ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങൾ വന്നത് ഇങ്ങോട്ടേക്കാണ്, തകഴി ഗ്രാമപഞ്ചായത്ത്. അപ്പം അൽഫിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വന്നു, അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അൽഫി അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 10-15 മിനിറ്റ് നിന്നുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ കരുമാടി കുട്ടൻ്റെ സ്റ്റാച്ചു കാണാനാണ് കേട്ടോ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അൽഫിയാണ് എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി അവിടെ കണ്ട കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ കരുമാടിക്കുട്ടൻ്റെ സ്റ്റാച്ചു ആണ്. ചുറ്റിനും കാണാൻ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു പച്ച പിടിച്ച് കിടക്കുന്ന പോലെയുള്ള പ്രദേശമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ എല്ലാം ഒന്ന് വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സ്റ്റാച്ചു വരുന്നത്, കരുമാടിക്കുട്ടൻ്റെ സ്റ്റാച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്നോർത്ത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു പുളിമരം കണ്ടായിരുന്നു കേട്ടോ. പുളിമരത്തിൽ നിറച്ച് പുളി കിടക്കുന്ന കണ്ടു. നിറച്ചൊന്നുമില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പം ഒരു കൊതി തോന്നി. പുളിയൊക്കെ പറിച്ചു കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ചാടി കുത്തിയൊക്കെ കുറച്ച് പുളി പറിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു വന്നിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പറിച്ചെടുക്കാനായിട്ട്. ഫോണും കയ്യിൽ പിടിച്ചിട്ടാണ് പറിച്ചെടുത്തത്. 3 പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇതുപോലൊരു ഊഞ്ഞാൽ കണ്ടത് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ഊഞ്ഞാലൊക്കെ ആടാൻ. കുറേ നാളായി ഊഞ്ഞാൽ ആടിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി. ഞങ്ങൾ രണ്ടുപേരും ആടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഒരു സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. സർബത്ത് കുടിച്ചിട്ട് ആണ് പിന്നീട് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഭയങ്കര ചൂടായിരുന്നു, ദാഹിച്ചിട്ട് രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു സർബത്ത് അങ്ങ് കുടിച്ചിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് അച്ചായൻസിലേക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അച്ചായൻസിൽ വന്നു. അപ്പോൾ അൽഫി ഭയങ്കര കാര്യമായിട്ടാണ് മെനു ഒക്കെ പരിശോധിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാനൊരു ബിരിയാണിയും അൽഫി ഒരു ഫലൂദയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം എനിക്ക് ബിരിയാണി കിട്ടി. അപ്പം ഞാൻ കഴിച്ചു തുടങ്ങിയായിരുന്നു. ഫലൂദ കിട്ടാൻ കുറച്ച് വൈകിയോണ്ട് ആൾ കുറച്ച് പിണക്കത്തിലായിരുന്നു. എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് ആളവിടെ ഇരുന്നത്. പിന്നെ കഴിച്ചേക്കാം എന്നോർത്ത് ആൾ ഫലൂദ എടുത്ത് കഴിച്ചു തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലെറോസിലേക്കാണ് പോയത്. അൽഫിക്കൊരു സാരി നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ലെറോസിൽ പോയി. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ അൽഫിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് മസ്റ്റായിട്ടും എടുക്കണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ണാടിന് മുമ്പിൽ നിന്ന് വീഡിയോ എടുത്തു. സാരീസ് ഇതൊക്കെയാണ് കേട്ടോ അവർ നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്ന സാരീസ്. അപ്പം അൽഫി പറഞ്ഞ മെറ്റീരിയലുള്ള സാരീസാണ് അവർ കാണിച്ചത്. പക്ഷേ അൽഫിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 2-3 കളേഴ്സ് നോക്കി. അവൾക്ക് പേസ്റ്റൽ കളേഴ്സ് മതിയെന്ന് പറഞ്ഞിട്ട് 2-3 മെറ്റീരിയൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അൽഫിക്ക് ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറായിരുന്നു. ഞാൻ ചുമ്മാ എന്തൊന്ന് വെച്ച് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ഇന്ന് കയറി ചെല്ലുന്നത്. ഞങ്ങൾ ഒരുപാട് നേരം ഡോറിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ വരുന്നെന്ന് പറയെങ്കിലും ഞങ്ങൾ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ ഡോറിൽ തട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൾ അടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞങ്ങൾ ഡോറിൻ്റെ സൈഡിലായിട്ട് അങ്ങോട്ട് മാറി ഒളിച്ച് നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഓടുന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും അവൾ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പതുങ്ങി നിന്നിട്ടാണ് മുന്നിലേക്ക് വന്നത്. അവൾക്കറിയായിരുന്നു ഞങ്ങളാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. തിരിച്ച് പോരുമ്പോൾ നന്ദിയൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത്. എനിക്ക് കുറച്ച് മീൻ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്ത് മീനാണെന്നുള്ളത്. അങ്ങനെ അൽഫി
എന്നെ വീട്ടിലേക്ക് ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, മീനെടുത്ത് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു മീൻ. അപ്പോൾ അനിയൻ ഇത് ചൂണ്ടയിട്ട് കടലിൽ നിന്ന് പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.